ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടാണ് സർക്കാർ നിൽക്കുന്നത് മനസ്സിലായിട്ട് ജനം മുഴുവൻ എതിരാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ കാണുന്നത്. അദ്ദേഹം തെളിയിക്കട്ടെ. ഞങ്ങൾ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളും BJP ഡീലും ആര് വിശ്വസിക്കാനാണ്? കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ പേരെടുത്ത് വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? മയിൽപ്പീലി തല്ലാണ് സാധാരണ. നമ്മൾ വായിച്ചിട്ടുണ്ട്, യശോദ ശ്രീകൃഷ്ണൻ കുറുമ്പ് കാണിക്കുമ്പോൾ യശോദ കൃഷ്ണൻ മയിൽപ്പീലി കൊണ്ട് തല്ലുന്നു വേദനിക്കാതിരിക്കാൻ. അങ്ങനെ BJPക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം മയിൽപ്പീലി തല്ലാണ് കൃത്യമായിട്ടും പറഞ്ഞാൽ. ഇല്ല, ഞങ്ങൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ കള്ളക്കളിയാണ്. 2020 എന്ന ഇടനിലക്കാരുടെ മുഖാന്തരം, ഇടനില പാർട്ടി മുഖാന്തരം BJP ആയിട്ട് ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത് കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികളുമായിട്ടാണ്. ആ ഗ്യാരണ്ടികളുമായിട്ട് പോകുന്ന ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ അങ്കലാപ്പ് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത് സുഹൃത്തെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളായിട്ടാണോ മുന്നണി? ഇത് പരസ്യമായ മുന്നണിയല്ലേ? NDA സഖ്യത്തിലല്ലേ? തൃപ്പൂണിത്തിൽ ആരാ മത്സരിക്കുന്നത്? സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇടതിനെ പുകഴ്ത്തുകയാണ്. ഇടത് സർക്കാരിനെതിരെ മുസ്ലിം ഏകീകരണമില്ല എന്നൊരു പ്രതികരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിലാവുമല്ലോ, കൂട്ടി വായിക്കുമല്ലോ എന്താണ് ഇതിനകത്തുള്ള കാര്യം. ലീഗ് പറഞ്ഞിട്ടാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്നും SDPI പറഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന് അല്ല, ഈ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. വർഗീയ സംഘടനകളുമായിട്ടൊന്നും ഞങ്ങൾ ബന്ധപ്പെടാറില്ല. തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായ നിലപാടുമായിട്ടാണ് UDF നിൽക്കുന്നത്. എടോ, ആരോപണത്തിൽ എന്താ മഴവുണ്ട്? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അറിയോ താങ്കൾക്ക്? അതറിയോ? തനിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം അത് കേക്ക്. ചോദ്യം ചോദിച്ചല്ലോ. എൻ്റെ പൊതുജീവിതം എനിക്ക് നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രിയുടെ DGPന്റെ കയ്യിൽ ആദ്യം പെറ്റീഷൻ കൊടുത്തത്. എന്താ അന്വേഷിക്കാത്ത മുഖ്യമന്ത്രി? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ DGPന്റെ കയ്യിലാണ് ആദ്യത്തെ പെറ്റീഷൻ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കു സഹോദര, താൻ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. ഇത് വ്യക്തമാണ്. ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട എല്ലാ നിയമ നടപടിയും സ്വീകരിച്ചത്. ഇത് വ്യാജമായിട്ടുള്ള ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ലേ BJPയും CPM കൂടെ സ്പോൺസർ ചെയ്ത ആരോപണമാണ്. ആ ആരോപണത്തിന് കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി പിണറായി വിജയന്റെ DGPന്റെയിലും പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചോട്ടെ. ഏത് അന്വേഷണത്തിനും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ മടിയിൽ കനമില്ല സുഹൃത്തെ, മനസ്സിലാക്കിക്കോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP CPM ബന്ധം വളരെ വ്യക്തമാണ്. അത് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ട് പാർട്ടികളുടെയും അണികൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരന് ബോധ്യമുണ്ട്. ഇത് എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രയാസത്തിലാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് മുഖ്യമന്ത്രിക്കുള്ള പ്രശ്നം. പിന്നെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി 10 കൊല്ലക്കാലമായി ദൂർത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പര്യായമായി ജനങ്ങൾ വേട്ടയാടുമ്പോൾ ആ ജനങ്ങൾ മുഖ്യമന്ത്രിയോട് കാണിക്കുന്ന ദേഷ്യം നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കാണിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ പോയാൽ ചോദിക്കാൻ പറ്റില്ല. പാർട്ടി പ്രവർത്തകൻ ഇത്രയും അസഹിഷ്ണുത 10 കൊല്ലക്കാലം കേരളം സഹിച്ചൊരു മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഈ അസഹിഷ്ണുതയ്ക്ക് ജനങ്ങൾ കൃത്യമായി മറുപടി പറയും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വോട്ട് ആര് തരുന്നുണ്ട് നമുക്ക്. ഞങ്ങൾക്ക് ഇത്തരം സംഘടനയുമായി ചങ്ങാത്തമില്ല. വോട്ട് തരുന്നത് അവരാ തീരുമാനിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.